Alhamdulillah, Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിന്ന് സൂറത്ത് ഹൂദിലെ 32-33 സൂക്തങ്ങൾ ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا يا نوح قد جادلتنا فأكثرت جدالنا فأتنا بما تعدنا إن كنت من الصادقين قال إنما يأتيكم به الله إن شاء وما أنتم بمعجزين قالوا അവർ പറഞ്ഞു, യാ നൂഹു, അല്ലയോ നൂഹ്, ഖദ് ജാദൽതന, നീ ഞങ്ങളോട് തർക്കിച്ചു. ഫഅക്സർത ജിദാലന, ഫഅക്സർത നീ വർദ്ധിപ്പിച്ചു, ജിദാലന ഞങ്ങളോടുള്ള തർക്കത്തെ. ഫഅത്തിന ആയതിനാൽ നീ കൊണ്ടുവരിക, ബിമാ തഇദുന നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് അഥവാ ശിക്ഷ. ഇൻ കുന്ത മിനസ്വാദിഖീൻ നീ സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ. ഖാല അദ്ദേഹം പറഞ്ഞു, ഇന്നമാ യഅ്തീകും ബിഹില്ല, അത് നിങ്ങൾക്ക് തരിക അല്ലാഹു മാത്രമാണ്. ഇൻഷാ അവൻ ഉദ്ദേശിച്ചാൽ. വമാ അൻതും നിങ്ങളല്ല, ബി മുഅ്ജിസീൻ അതിനെ ദുർബലപ്പെടുത്തുന്നവർ. ഒന്നുകൂടെ അർത്ഥം പറയാം. ഖാലു അവർ പറഞ്ഞു, യാ നൂഹു, അല്ലയോ നൂഹ്, ഖദ് ജാദൽതന നീ ഞങ്ങളോട് തർക്കിച്ചു. ഫഅക്സർത ജിദാലന തർക്കം വളരെ അധികരിപ്പിച്ചു. ഫഅ്തിന ബിമാ തഇദുന അതുകൊണ്ട് നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ നീ കൊണ്ടുവരിക. ഇൻ കുന്ത മിനസ്സാദിഖീൻ നീ പറയുന്നത് നീ സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ. ഇൻ കുന്തും മിനസ്സാദിഖീൻ നീ സത്യം പറയുന്നവരിൽ പെട്ടവനാണെങ്കിൽ. ഖാല അദ്ദേഹം പറഞ്ഞു, ഇന്നമാ യഅ്തീകും ബിഹില്ലാഹു അത് നിങ്ങൾക്ക് തരിക അല്ലാഹു മാത്രമായിരിക്കും. ഇൻഷാ അതും അവൻ ഉദ്ദേശിച്ചാൽ അവൻ നിങ്ങളെ ശിക്ഷിക്കും എന്നർത്ഥം. വമാ അൻതും നിങ്ങളല്ല, ബി മുഅ്ജിസീൻ അതിനെ ദുർബലപ്പെടുത്തുന്നവർ, അതിനെ അശക്തരാക്കുന്നവർ അഥവാ അള്ളാഹുവിൻ്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് പരാജയപ്പെടുത്തുന്നവരല്ല നിങ്ങൾ. നൂഹ് നബി അലൈഹിസ്സലാമയുടെ പ്രബോധനത്തെ സംബന്ധിച്ച് നമുക്കൊരു ഏകദേശ ധാരണ ഉണ്ടല്ലോ. അദ്ദേഹം 950 വർഷമാണ് പ്രബോധനം നടത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ 50 വർഷക്കാലവും അദ്ദേഹം ഏകദൈവത്വം, അള്ളാഹുവിൻ്റെ അസ്തിത്വവും അള്ളാഹുവിൻ്റെ ഏകത്വവും അള്ളാഹുവിൻ്റെ ദൈവത്വവും അല്ലെങ്കിൽ ദിവ്യത്വവും പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ അള്ളാഹു ഉണ്ടെന്നും അവൻ ഏകനാണെന്നും അവൻ മാത്രമാണ് മഅബൂദ്, ഇലാഹ്, ആരാധനക്കർഹനെന്നും അവനെ മാത്രമാണ് മനുഷ്യൻ ഭയപ്പെടേണ്ടതെന്നും അവന് മാത്രമാണ് വഴങ്ങി ജീവിക്കേണ്ടതെന്നുമാണ് എല്ലാ പ്രവാചകന്മാരും ഉണർത്തിയിട്ടുള്ളത്. നൂഹ് നബി അലൈഹി സ്വലാമയും അതുതന്നെയാണ് അവരോട് പറഞ്ഞത്. അത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നല്ലല്ലോ, നിരന്തരമായി അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇനി നിങ്ങൾ ഞാൻ പറയുന്നത് അംഗീകരിക്കുന്നില്ലെങ്കിൽ എല്ലാ പ്രവാചകന്മാരും അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ആ ജനങ്ങളെ അവരവരുടെ ജനങ്ങളെ ദൈവം ശിക്ഷിക്കും, അള്ളാഹു ശിക്ഷിക്കും. അതൊരുപക്ഷെ ഇഹലോകത്താകാം. ഇഹലോകത്ത് ശിക്ഷയില്ലാതെ നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരലോകത്ത് എന്തായാലും ഉറപ്പാണ്. ഇത് നമ്മൾ നൂഹ് നബി അലൈഹി സ്വലാമയുടെ
ഈ സൂറയിലെ പരാമർശത്തെ സംബന്ധിച്ച് പറഞ്ഞു വരുന്നതിന് 26-ാമത്തെ സൂക്തത്തിൽ തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നതായിട്ട് 25-ൽ പറഞ്ഞു, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഇന്നി ലക്കും നദീറും മുബീൻ. നാം നൂഹിനെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് നിയോഗിച്ചു, ഞാൻ നിങ്ങൾക്ക് താക്കീതുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട്. അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം, നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന ഒരു ദിനത്തിലെ ശിക്ഷയുണ്ടാകും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ അവർ നൂഹ് നബി അലൈഹി സ്വലാമയോട് പറയും, കുറേ കാലമല്ല തർക്കിക്കാൻ തുടങ്ങിയിട്ട്, ഞങ്ങളോട് തർക്കിക്കാൻ, ഞങ്ങൾ പറയുന്നത് താൻ സ്വീകരിക്കുകയില്ല, താൻ പറയുന്നത് ഞങ്ങളും സ്വീകരിക്കില്ല, അങ്ങനെയാണല്ലോ അവരുടെ ഒരു ഭാഷ്യം. അപ്പം അത് അവരുടെ ആ വാചകം അല്ലാഹു തആല എടുത്തു പറയുകയാണ്. ഖദ് ജാദല, ജിദാല് എന്ന തർക്കം, ജിദാല് എൻ്റെ ക്രിയയാണ് ജാദല, പരസ്പരം തർക്കിക്കുക. അതായത് നൂഹ് നബി അലൈഹി സ്വലാം തൻ്റെ വാദം അവതരിപ്പിക്കുന്നു, അതവരെ കേൾപ്പിക്കുന്നു, അവർ അവരുടെ വഴികേടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, നൂഹ് നബി അലൈഹി സ്വലാമയെ ധിക്കരിക്കുന്നു, തിരസ്കരിക്കുന്നു. എന്നിട്ട് അവസാനം അവർ പറയാണ്, നൂഹ് കുറേ കാലമായി നീ തർക്കിക്കാൻ തുടങ്ങിയിട്ട്. മുജാദല, ആ സൂറ ഉണ്ടല്ലോ, സൂറത്തുൽ മുജാദില അല്ലെങ്കിൽ മുജാദല എന്നാണ്, തർക്കിക്കുന്നവൾ അല്ലെങ്കിൽ തർക്കം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വാക്ക് തന്നെ അത്, ജാദല യുജാദിലു മുജാദലത്ത്. നീ ഞങ്ങളോട് തർക്കിക്കുന്നു. ഫക്സർത്ത ജിദാലന, തർക്കം ഒരുപാട് അധികമാക്കിയിട്ടുണ്ട്, അമിതമായി വർത്തമാനം പറയുന്നുണ്ട് നീ. അത് ആൾക്കാർ തങ്ങളുടെ വാദം സ്ഥാപിക്കുന്നതിന് വേണ്ടി പറയുന്ന വാചകങ്ങൾ എത്ര ചുരുക്കുന്നു. പ്രവാചകന്മാരൊന്നും ഒരിക്കലും വെറുതെ ഇങ്ങനെ അമിതമായി സംസാരിക്കുന്നവരല്ല. അവർ പറയുന്ന കാര്യം വാക്കുകൾ ചുരുക്കി കൃത്യമായി സംസാരിക്കുന്നവരാണ്. അപ്പോൾ അതിനെയാണ് അവർ പറയുന്നത്, ഫക്സർത്ത ജിദാലന, നീ ഒരുപാട് വർത്തമാനം പറഞ്ഞു അല്ലെങ്കിൽ ഒരുപാട് തർക്കിച്ചു, നീ നിർത്തിക്കള, കുറേ ആലോചിച്ച് പറയാൻ തുടങ്ങിയിട്ട് എന്ന വിധത്തിലാണ് അവർ പ്രതികരിച്ചത്. അത് മാത്രമല്ല, അവർ നൂഹ് നബി അലൈഹി സ്വലാമയോടൊരു വെല്ലുവിളി നടത്തി. ഫഅ്തിനാ ബിമാ തഅദുന, നീ ഭീഷണിപ്പെടുത്തുന്നത്, വഅദ യഅദു, ഭീഷണിപ്പെടുത്തുക എന്നർത്ഥമുണ്ട്, വാഗ്ദാനം ചെയ്യുക എന്നർത്ഥമുണ്ട്. ഫഅ്തി, ഫ അപ്പോൾ ഇഅ്തി അത് കൂട്ടി വായിക്കുന്നതാണ്. ഫഅ്തി നീ കൊണ്ടുവരിക, നാ ഞങ്ങളുടെ നേരെ അല്ലെങ്കിൽ ഞങ്ങളുടെ മേൽ, ബിമാ ഒരു കാര്യത്തെ, തഅദു നാ നീ അതിനെയാണല്ലോ ഞങ്ങളെ പേടിപ്പിക്കുന്നത്, പറഞ്ഞിട്ടാണല്ലോ പേടിപ്പിക്കുന്നത്, ശിക്ഷയുണ്ടാകും. എന്നാൽ നീ അത്ര വലിയ സത്യവാനാണെങ്കിൽ നീ ആ ശിക്ഷ കൊണ്ടുപോവാ, ഞങ്ങളത് കാത്തിരിക്കുകയാണ്. ഞങ്ങളിതാ നിൻ്റെ അധ്യാപനങ്ങളെ തിരസ്കരിക്കുകയാണ്, നിൻ്റെ ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളെ തള്ളിക്കളയുകയാണ്, നിന്നെ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, നീ ദൈവദൂതനാണെന്ന് അതവർ പറഞ്ഞുകൊണ്ട് അവസാനം ഒരു വെല്ലുവിളി കൂടി അവർ നടത്തുകയാണ്. നീ ഇൻ കുന്ത മിന സാദിഖീൻ, നീ നിൻ്റെ വാദഗതിയിൽ സത്യവാനാണെങ്കിൽ നീ ആ ശിക്ഷ ഒന്നിങ്ങ് കൊണ്ടുപോകുക. എല്ലാ പ്രവാചകന്മാരോടും അവരുടെ ജനത അവസാനം പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് ഇതൊക്കെ. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നമാ യഅ്തീകും ബിഹില്ലാഹു ഇൻഷാ, അതൊന്നും എൻ്റെ കഴിവുപ്പെട്ടല്ല. കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഞാൻ ഗൈബ് അറിയും എന്നൊന്നും പറഞ്ഞിട്ട്, എനിക്ക് എൻ്റേതല്ലാത്ത കഴിവുകളില്ല, ഉള്ളത് മാത്രമേ പറയാവൂ. അത് നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമുക്കുള്ളതേ നമ്മൾ പ്രകടിപ്പിക്കാവൂ, നമുക്കുള്ളതേ നമ്മൾ അവകാശപ്പെടാവൂ. പ്രവാചകൻ ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ദൈവത്തിൻ്റെ അടിമയാണ് അദ്ദേഹം, അല്ലാതെ ദൈവത്തിൻ്റെ സഹായിയാണെന്നോ ദൈവത്തിൻ്റെ സഹപ്രവർത്തകനാണെന്നോ എന്നൊന്നും പ്രവാചകന്മാർ അവകാശപ്പെട്ടിട്ടില്ല. ആ രീതിയിലാണ് അവർ നീ പേടിപ്പിക്കുന്ന ശിക്ഷ ഒന്നിങ്ങ് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പറയാണ്. ശിക്ഷ കൊണ്ടുവരിക എന്നുള്ളത് എൻ്റെ കഴിവിൽപ്പെട്ടതല്ല, അത് കൊണ്ടുവരിക ഇന്നമാ യഅ്തീകും ബിഹില്ല, അത് അള്ളാഹുവാണ് കൊണ്ടുവരിക. ഇൻഷാ, അതും അവൻ ഉദ്ദേശിച്ചാൽ, അവൻ ഇപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ നടക്കൂല. ഞാൻ പറയുന്നത് കൊണ്ടോ എൻ്റെ തീരുമാനമനുസരിച്ചോ നടക്കുന്ന ഒരു സംഭവമല്ല. വമാ അൻതും ബി മുഅ്ജിസീൻ, നിങ്ങൾ അതിനെ അശക്തമാക്കുക. അജസ എന്നാൽ ദുർബലമായി എന്നാണല്ലോ, അജസ. വമാ അൻതും നിങ്ങളല്ല, ബി മുഅ്ജിസീൻ അതിനെ ദുർബലപ്പെടുത്തുന്നവരല്ല. ഈ വാക്ക് നമ്മൾ കഴിഞ്ഞ പേജിൽ 20-ാമത്തെ ആയത്തിലും ഉലൈക ലം യകൂനു മുഅ്ജിസീന ഫിൽ അർളി, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളെ ദുർബലപ്പെടുത്താൻ അഥവാ പരാജയപ്പെടുത്താൻ അവർക്ക് സാധ്യമല്ല. വമാ അൻതും നിങ്ങളല്ല, ബി മുഅ്ജിസീൻ അതിനെ അശക്തരാക്കുന്നവർ അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതിനെ തടയാനോ മാറ്റിവെപ്പിക്കാനോ ഒന്നും നിങ്ങളാൽ സാധ്യമാവുകയില്ല. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ.
എന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് അള്ളാഹു പ്രാർത്ഥിക്കുകയും അള്ളാഹു അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നതാണ് പിന്നീട് ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ അവസാനിപ്പിക്കുക, ഒന്നുകൂടെ അർത്ഥം പറയാം. ഖാല അദ്ദേഹം പ്രതികരിച്ചു, ഇന്നമാ യഅ്തീകും ബിഹില്ലാഹ്, അത് കൊണ്ടുവരിക അള്ളാഹു ആയിരിക്കും, ഇൻഷാ അവൻ ഉദ്ദേശിച്ചാൽ. വമാ അൻതും ബി ഖാലു അവിടുന്നാണല്ലോ അല്ലേ 32. ഖാലു അവർ പറഞ്ഞു, യാ നൂഹ് ഖദ് ജാദൽതന, അല്ലയോ നൂഹ് നീ ഞങ്ങളോട് തർക്കിച്ചു. ഫഅക്സർത ജിദാലന, തർക്കം നീ വളരെ വർദ്ധിപ്പിച്ചു, അഥവാ കുറേ കാലമായി നീ വാദവും തർക്കവുമായി നടക്കുന്നു, ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഫഅ്തിനാ ബിമാ തഅദുനാ ഇൻ കുൻത മിന സ്വാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ, അല്ലെങ്കിൽ നീ സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷ കൊണ്ടുവരിക. ഖാല അദ്ദേഹം പ്രതികരിച്ചു, ഇന്നമാ യഅ്തീകും ബിഹില്ലാഹു ഇൻഷാ, അത് അള്ളാഹു മാത്രമാണ് കൊണ്ടുവരിക, അതുതന്നെയും അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ. ഒരു പക്ഷേ ദുനിയാവിൽ വെച്ച് നിങ്ങളെ ശിക്ഷിച്ചേക്കും, അതല്ലെങ്കിൽ പരലോകത്ത്. ഇങ്ങനെയാണ് നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നത്. കാരണം നൂഹ് നബി അലൈഹി സ്വലാമക്ക് അവരുടെ ഗൈബ് അറിയില്ല. ഇനി നൂഹ് നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥന സൂറത്ത് നൂഹിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. അള്ളാഹുവിനോട് അദ്ദേഹം അവസാനമായി ഇതുവരെ പ്രവർത്തിച്ചതിൻ്റെ ഒക്കെ ഒരു സമാപനമെന്നോണം അദ്ദേഹം അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് തന്നെ നൂഹ് നബി അലൈഹി സ്വലാം തൻ്റെ ജനതയുടെ നിലപാടും താൻ അവരിൽ നടത്തിയ പ്രവർത്തനങ്ങളും അള്ളാഹുവിനോട് എടുത്തു പറഞ്ഞുകൊണ്ട്, അള്ളാഹ് ഇനി ഇവരെ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല, ഈ ഭൂമുഖത്ത് ഇത്തരത്തിലുള്ള വിരോധികളായ നിഷേധികളുടെ ഒരു വീടും അവശേഷിപ്പിക്കാത്ത വണ്ണം അവരെ നീ നശിപ്പിക്കണമേ എന്ന് നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് സൂറത്ത് നൂഹിൽ അള്ളാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. അഥവാ തൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു സംക്ഷിപ്ത റിപ്പോർട്ട് എന്നോണമാണ് നൂഹ് നബി അലൈഹിസ്സലാം അക്കാര്യം അള്ളാഹുവിനോട് പറയുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ ശിക്ഷ കൊണ്ടുവരും. വമാ അൻതും ബി മുഅ്ജിസീൻ, നിങ്ങൾ അതിനെ അശക്തമാക്കുന്നവരല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ പൂർണ്ണമായും സ്വീകരിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകുന്നു. അള്ളാഹ് നിൻ്റെ ഖുർആനിലൂടെ നീ ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണോ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആയതിനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരുമാറാകണം. ഞങ്ങളുടെ മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കും ആയതിന് നീ തൗഫീഖ് നൽകണേ രക്ഷിതാവേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി